അങ്ങനെയുള്ള ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ള പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ബ്രിഗേഡിയർ ശ്രീ വേണു നായർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബ്രിഗേഡിയർ വേണു നായർ, ഉറ്റുനോക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിലേക്ക്. ഏത് തരത്തിലാണ് സേനയുടെ സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ പോകുന്ന പ്രഖ്യാപനം എന്താണെന്നുള്ളത്? അതിനകത്ത് സന്ദേശം വ്യക്തമാണ്. പാകിസ്ഥാൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സൈനിക താവളങ്ങളെ മാത്രമല്ല സാധാരണക്കാർക്ക് നേരെയും പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തുന്നു. ആശുപത്രികളെ വരെ ആക്രമിക്കുന്നു, സ്കൂളുകളെ വരെ ആക്രമിക്കുന്നു. ഈ തരത്തിലാണ് തുടരുന്നതെങ്കിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ മടിക്കുകയില്ല. അത് ഇപ്പോഴുള്ളതിനേക്കാൾ പ്രത്യാക്രമണത്തിനപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് മാറും. അങ്ങനെ ഒരു സന്ദേശം തന്നെ ഇതിനകത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധ സാഹചര്യം ആർക്കും അനുകൂലമായിട്ടുള്ള കാര്യമല്ല. ലോകരാഷ്ട്രങ്ങൾ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ പാകിസ്ഥാൻ പ്രവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിലേക്ക് എത്തിക്കാൻ നിർബന്ധിക്കുന്നു ഇന്ത്യയെ. അങ്ങനെ ഒരു സൂചനകൾ വിക്രം മിശ്രയുടെയും സോഫിയ ഖുറേഷിയുടെയും വ്യോമിക സിംഗിന്റെയും ഒക്കെ വാർത്തകളിൽ പ്രതിഫലിച്ചിരുന്നു. മാഡം ഉൾപ്പെടെ എല്ലാവർക്കും ജയ്. ഭാരതീയർക്ക് വളരെ അഭിമാനകരമായ നിമിഷങ്ങളാണ് എൻ്റെ ഈ ഔട്ട്ലുക്കിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബ്രീഫിങ്ങിന് ശേഷം നമ്മൾ രാവിലെ മുതൽ ചാനലുകളിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് മിക്കതിനും കൺഫർമേഷൻ മിക്കതിനും കിട്ടിയിട്ടുണ്ട്. ചിലതിൻ്റെ കൺഫർമേഷൻ തരാൻ ആ തലത്തിൽ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് അത് തരുന്നില്ല. പിന്നെ ഇത് ഒരു ഓൺലൈൻ മാച്ച് ഒന്നും അല്ലല്ലോ, നമ്മളോട് എപ്പോഴും അതിന്റെ റിസൾട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും മാക്രോ ലെവലിൽ എന്താണ് സംഭവിക്കുന്നത്, ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഒന്നാമത്, ഇന്ന് ഡേ 4 ആണ്. എന്തുകൊണ്ട് നോക്കുമ്പോഴും ഇപ്പൊ ഇന്ത്യയാണ് ഏറ്റവും മുമ്പിൽ. അവരുടെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമായിരുന്നു. ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഇന്ത്യൻ പിന്നെ ഈ പറഞ്ഞ പോലെ 100% ഡിഫൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പറഞ്ഞോളൂ സർ, കേൾക്കാം. ബ്രിഗേഡിയർ വേണു നായർ പറയാൻ പറ്റില്ല. അതെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഒരു കൊലാറ്ററൽ ഡാമേജ് നമുക്ക് സഹിക്കേണ്ടി വരും. 1971 ശേഷം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഒരു പൗരന്റെയും ജീവൻ വളരെ വിലപ്പെട്ടതാണ്. അത് ഒരു നിൽക്കുന്നു. പക്ഷേ ദ റിയാലിറ്റീസ് ഓഫ് വാർ വേറെ തരത്തിൽ നിൽക്കുന്നു. അത് വേറെ തരത്തിൽ നിൽക്കുന്നു. അപ്പോ ഇപ്രാവശ്യം ഉണ്ടായത്, ഇന്നലെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബാഡ് ഫീലിംഗ്, നമ്മുടെ പബ്ലിക്കിനെ ഇങ്ങനെ ഡ്രോൺ അയച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ അത് എന്താണ് ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് നമ്മൾ എല്ലാം മനസ്സിലാക്കിയ ഒരു ന്യൂസ്, അവരുടെ ലോഞ്ച് പാഡിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇവോൾവിങ് ഈ സിറ്റുവേഷൻസ്, ഒരു ഓപ്പറേഷണൽ ടാക്ടിക്സും ഇവോൾവ് ചെയ്ത് വരികയാണ്. നമ്മൾ ഈ ഡ്രോണിനെ പറ്റി കേട്ടിട്ടുള്ളത് വളരെ നമ്മുടെ ഇവിടെ നിന്ന് ഡിസ്റ്റന്റ് ആയിട്ടുള്ള യുക്രൈനിലും അഫ്ഗാനിസ്ഥാനിലും ഗാസയിലും ഒക്കെയാണ്. അപ്പോൾ അതിന് ആന്റി ഡ്രോൺ മെഷേഴ്സ് ഇന്നതൊക്കെയാണ് നമുക്കറിയാം. പക്ഷെ അതിനെ ഗ്രൗണ്ടിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാവുമെന്ന് നമ്മൾ അവരുടെ ലോഞ്ച് പാഡ് നശിപ്പിച്ചുകൊണ്ട് നമ്മളത് തെളിയിച്ചു. പിന്നെ ഇന്നത്തെ ഇന്ന് ന്യൂസിലും ഇന്നത്തെ ബ്രീഫിങ്ങിലും വന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് അവരുടെ വളരെ സ്ട്രാറ്റജിക് ആയ 4 or 5 എയർഫീൽഡിനെ ഔട്ട് ഓഫ് ആക്ഷൻ ആക്കി എന്നുള്ളതാണ്. ഇതിലെ പ്രധാനപ്പെട്ടത് നൂർഖാൻ, അത് ചക്ലാല, കഹൂട്ട അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ അടുത്തുള്ളതാണ്. അത് വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്. അതിന്റെ അടുത്ത് വരെ ആ എയർഫീൽഡിനെ നമുക്ക് ഔട്ട് ഓഫ് ആക്ഷൻ ആക്കാൻ പറ്റിയെങ്കിൽ അതൊരു ഭയങ്കര സ്ട്രാറ്റജിക് അച്ചീവ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത് റഹീം യാർ ഖാൻ എന്ന് പറഞ്ഞ അവരുടെ ഡെപ്പോയൊക്കെയുള്ള അതൊരു ഡെപ്തിലുള്ള ഒരു എയർഫീൽഡാണ്. അപ്പൊ നമ്മുടെ അസറ്റ്സിന് പാകിസ്ഥാന്റെ ഡെപ്ത് വരെ പോകാമെങ്കിൽ അവരുടെ ഈ അസറ്റ്സ് എല്ലാം അവർക്ക് വാറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ മുറിദ് എന്ന് പറഞ്ഞ ഒരു എയർഫീൽഡ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഡ്രോണിന്റെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന ഈ ഡ്രോൺ ഓപ്പറേഷൻസിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ സർഗോദ എന്ന് പറഞ്ഞ വളരെ സ്ട്രാറ്റജിക് ആയ ഒരു എയർഫീൽഡാണ്. അവിടെ നിന്നാണ് അവരുടെ ഫ്രണ്ട് ലൈൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ആയ F-16, ചൈന നിർമ്മിതമായ J-10 ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് അവിടെ നിന്നാണ്. അത് കൂടാതെ ലാഹോർ
ലാഹോറിന്റെ AD സിസ്റ്റം ഡൗൺ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങള് സാധാരണ ഒരു യുദ്ധം തുടങ്ങുന്നതിന് തുടക്കത്തിലാണ് ഈ എനിമിയുടെ ശത്രുവിന്റെ പ്രധാനപ്പെട്ട എയർഫീൽഡിനെയൊക്കെ ആക്രമിച്ച് അവരെ ഔട്ട് ഓഫ് ആക്ഷൻ ആക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു ഔട്ട്റൈറ്റ് വാറിന് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ അറിയില്ല. നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും എന്ന് വെച്ചാൽ ഇത് റിപ്പയർ ചെയ്യാൻ ഒരു 1-2 ദിവസം ഏതായാലും എടുക്കും. അപ്പൊ ഇത്ര ദിവസങ്ങളിലേക്ക് അവരുടെ ഈ മെയിൻ അസറ്റ്സ് ഔട്ട് ഓഫ് ആക്ഷൻ ആണ്. പിന്നെ ഇതൊരു സിഗ്നലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ അവരുടെ ബ്രഹ്മാസ്ത്രമായ ന്യൂക്ലിയർ ബോംബുകളുള്ള സ്ഥലം വരെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏത് സമയത്തും അതിന് ആക്ച്വലി ന്യൂക്ലിയർ ഫെസിലിറ്റീസിന്റെ മുകളിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള. പക്ഷെ നമ്മൾ ആ റെഡ് ലൈൻ ഇതുവരെ ക്രോസ് ഒരു നേരത്തും നമ്മൾ റെഡ് ലൈൻ ക്ലോസ് ചെയ്യുന്നില്ല. അതായത് പ്രധാനമായിട്ടും ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഒരു സന്ദേശം കൊടുക്കുകയാണ് എന്നുള്ളത് തന്നെയാണോ? ഞങ്ങൾ ഇപ്പോഴും ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഡി എസ്കലേഷൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഇതൊരു സന്ദേശമാണ്, ഇനിയെങ്കിലും വിഡ്രോ ചെയ്യൂ പാകിസ്ഥാൻ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള സന്ദേശം അല്ലേ? ഇതൊരു സന്ദേശമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ നിർത്തരുത്. ദിസ് ഈസ് എ ഗോഡ് ഗിവൻ ഓപ്പർച്യൂണിറ്റി. അവിടുത്തെ എല്ലാത്തിന്റെയും ബോസായ ആർമിയും അവരുടെ ഫേസ് വികൃതമാണ്. അവര് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. ജനറൽ മുനീറിനെ നമ്മൾ ഒരിക്കലും ഈ ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയും കണ്ടില്ല. അദ്ദേഹം എവിടെയാണെന്നും കൂടെ നമുക്കറിയില്ല, ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ ഒരു പാകിസ്ഥാന്റെ ബലവും അവരുടെ ഇന്ത്യക്കെതിരായുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ നിരർത്ഥകതയും എല്ലാം അവരിപ്പോ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന്. അതുകൊണ്ട് ഇപ്പോ ഇൻ മൈ ഒപ്പീനിയൻ ഇപ്പോ ഒരു സന്ധി സംഭാഷണത്തിനുള്ള സമയമല്ല. ഇവരെ പിന്നെയും ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഈ ആർമിയുടെ ഡോമിനേഷൻ ഈ പബ്ലിക്കിന്റെ സർക്കാരിന്റെ മേലെയും ഉള്ളതെന്ന് വേർതിരിച്ച് അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വരുന്നതാണ് അവർക്കും നമുക്കും നല്ലതെന്ന് അതാണ് മാക്രോ ലെവലിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ തുടങ്ങി വെച്ച കാര്യമല്ല, പക്ഷേ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻട്രസ്റ്റിന്റെ അനുസരിച്ചാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ തന്നെ മുന്നേറാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്ക് ടു യു. ഇനി എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതായത് ഈ താങ്കൾ ഈ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ അസീം മുനീറിനോട് സംസാരിച്ചു, നേരിട്ട് വിളിച്ചു എന്നാണ് മാർക്കോ റൂബിയോ അല്പം മുൻപൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം അത് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾക്കും ഉണ്ടോ ഈ വിഷയത്തിനകത്ത്? അതുകൊണ്ട് കൂടിയാണോ ഈ ഇടപെടലുകളൊക്കെ നടത്താമെന്ന് അമേരിക്ക പറയുന്നു, സൗദി ഇടപെടുന്നു, ചൈന അടക്കം ആ ഇടപെടലിനായിട്ട് വരുന്നു. അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊള്ളേണ്ടതില്ല ഇന്ത്യ എന്നുകൂടി ഈ സമയത്തുണ്ടോ? അതോ അതിനൊരു പ്ലാറ്റ്ഫോം ഇട്ടുകൊടുക്കുക, പകരം ഒപ്പം തന്നെ ഇത്തരം ഡിഫെൻസീവ് കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുക, അതാണോ ഇന്ത്യ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇത് പാരലായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സമാധാനത്തിനെതിരല്ല. ഞാൻ പറഞ്ഞത് ഈ പാകിസ്ഥാനെ ഈ വഴിയിൽ കൊണ്ടുപോകുന്നത് അവിടുത്തെ ആർമിയാണ്. അപ്പൊ ആർമിയുടെ ആ ഒരു ഡോമിനൻസ് കുറയ്ക്കാനുള്ള സന്ദർഭം നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. പാരലായിട്ട് നയതന്ത്ര ബന്ധങ്ങളും അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഔട്ട്റൈറ്റ് ഇതിനെ നിരാകരിക്കേണ്ട സാധ്യതയില്ല. അപ്പോ ഇത് ഏർലി ഡേയ്സിലാണ്. ഇപ്പൊ ആ ഒരു ഔട്ട്റൈറ്റ് വാറിന്റെ അതിലേക്കൊന്നും വന്നിട്ടില്ല. ഇനി പല 2 രാഷ്ട്രങ്ങളുടെ കയ്യിലും ആയുധങ്ങളും അതെല്ലാം ഉണ്ട്. അത് ഈ പാകിസ്ഥാൻ ഇതുവരെ ഒരു അവിവേകമായ ഒരു രാജ്യമാണല്ലോ. അവരത് മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന്. ഞാൻ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. നമ്മൾ ഈ 70-75 വർഷമായിട്ട് ഈ ഒരു ചെറിയ രാജ്യം നമ്മളെ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സെക്യുലർ ആയിട്ട് രാഷ്ട്രം സാമ്പത്തികമായിട്ട് മുന്നേറുന്നു, സന്തോഷപ്രദമായിട്ട് നിൽക്കുന്നു, നല്ലൊരു അയൽക്കാരം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇഫ് ദേ ഡോണ്ട് വാണ്ട് വാട്ട് വി ഡു. അതുകൊണ്ട് ഇതൊരു വൺ ഫോർ ഓൾ ഈ അവരുടെ ഇറിറ്റന്റ് മാറണമെങ്കിൽ അവിടുത്തെ ആർമിയുടെ ഈ അപ്രമാദമായ അവര് പോലുള്ള ഡൊമിനേഷൻ അത് അവസാനിപ്പിക്കണം. അതിനുള്ളൊരു അവസരമാണ് ഇപ്പോഴേ